നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വാർത്താമഴ പരിശോധിക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും ഇന്ന് കനത്ത മഴയാണ് ലഭിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം നാളെ ആൻഡമാനിലും 31-ാം തീയതി കേരളത്തിലും എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതിനു മുൻപ് തന്നെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 14 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നാളെ മുതൽ 23 വരെ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ശബരിമല യാത്രയ്ക്ക് തത്കാലം വിലക്കില്ല. റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും ഖനനത്തിനും നിയന്ത്രണമുണ്ട്. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കിയിൽ നെടുങ്കണ്ടം, ഉടുമ്പൻചോല, ശാന്തൻപാറ, തൊടുപുഴ എന്നിവിടങ്ങളിലും കോഴിക്കോട്, കോട്ടയം, മലപ്പുറം ജില്ലകളിലും മഴ ശക്തമാണ്. പത്തനംതിട്ട റാന്നി, പെരുന്നാട്, മാടമൺ വള്ളക്കടവിന് സമീപം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് മുകളിൽ മരം കടപുഴകി വീണു. ബസ് ഡ്രൈവർക്ക് നിസാര പരുക്കേറ്റു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുമ്പ് വന്നിട്ടുണ്ട്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. അതിതീവ്ര മഴ മൂലം മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് എല്ലാവരും അക്കാര്യത്തിലൊരു ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. തമിഴ്നാട്ടിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഊട്ടിയിൽ പൈതൃക തീവണ്ടി സർവീസ് നിർത്തിവെച്ചു. നാളെ തേനി, തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിലും 20-ന് തെങ്കാശി, തേനി, കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. 19-ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. 20-ന് വിരുദ്നഗർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും 13 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നിട്ടുള്ള ജില്ലകളിലാണ് കാര്യമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തെങ്കാശി, പഴയ കുറ്റാലത്തുണ്ടായ മലവെള്ളപ്പാച്ചിലിന്റെ സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഊട്ടി, തെങ്കാശി, ഹൊഗനയ്ക്കൽ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം. 2 ദിവസത്തേക്ക് പരമാവധി യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഊട്ടിയിലെ പൈതൃക തീവണ്ടി സർവീസ് നിർത്തിവെച്ചു. അപകടമുണ്ടായ സാഹചര്യത്തിൽ പഴയ കുറ്റാലത്തേക്ക് പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. 24 ചെന്നൈ. അല്പസമയം മുമ്പാണ് നടുക്കുന്നൊരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് പുറത്തുവന്നത്. ചേർത്തലയിൽ നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. പള്ളിപ്പുറം കേളമംഗലം സ്വദേശിനി അമ്പിളിയാണ് മരിച്ചത്. ആക്രമണത്തിന് ശേഷം ഭർത്താവ് രാജേഷ് രക്ഷപ്പെട്ടു. മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഈ ഭർത്താവ് രാജേഷിനായുള്ള അന്വേഷണം അതെങ്ങനെ? പോലീസ് എന്താണ് പറയുന്നത്? റിജിത്ത്, ഇന്ന് രാത്രി 7 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ചേർത്തല പള്ളിപ്പുറത്ത് പള്ളിയുടെ ചന്ത ആ ഭാഗത്ത് വെച്ചാണ് നടു റോഡിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്നു അമ്പിളി. ആ സമയത്താണ് ഭർത്താവ് രാജേഷ് സ്കൂട്ടർ പിടിച്ചു നിർത്തി വഴിവക്കിൽ വെച്ച് തന്നെ വയറിൽ ആഴത്തിൽ കുത്തിയത്. ചേർത്തല കേളമംഗലം സ്വദേശിനിയാണ് ഇരുവരും.
തിരുനെല്ലൂർ സഹകരണ സംഘത്തിലെ കളക്ഷൻ ഏജന്റാണ്. വൈകിട്ട് കടയിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് രാജേഷ് റോഡിൽ വെച്ച് പിടിച്ചു നിർത്തി വയറ്റിൽ കുത്തിയത്. കുത്തേറ്റ അമ്പിളിയെ തൊട്ടടുത്തുള്ള ചേർത്തലയിലെ KVM സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവർ തമ്മിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് വഴക്കിട്ടതായി തന്നെ നാട്ടുകാർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ ജീവനക്കാരനാണ്, ജലഗതാഗത വകുപ്പിലെ സർക്കാർ ജീവനക്കാരനാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് വഴക്കുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ വീട്ടിലുണ്ടായതായി ബന്ധുക്കൾ ഈ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. പൂച്ചാക്കൽ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ രാജേഷിനെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. രാജേഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാജേഷിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പൂച്ചാക്കൽ പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാളെ തന്നെ ശവസംസ്കാര ചടങ്ങുകളും ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയുന്നത്. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴ ചേർത്തലയിലാണ് നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയത്. സോളാർ സമരത്തിൽ വിവാദം കൊഴുക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ CPIM സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായി KK രമ MLA. കേസ് അന്വേഷണം ഉന്നതരിലേക്ക് എത്തിയില്ല. ധാരണയുണ്ടാക്കിയവർ അക്കാര്യം വ്യക്തമാക്കണമെന്നും KK രമ 24നോട് പറഞ്ഞു. TP കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവർത്തിച്ചു. സോളാർ സമരം അവസാനിപ്പിക്കുന്നതിന് താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് NK പ്രേമചന്ദ്രൻ MPയും വിശദീകരിച്ചു. CPIM മുൻകൈയെടുത്ത് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനോടാണ് KK രമയുടെ പ്രതികരണം. TP കേസിനെക്കുറിച്ച് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ CPIM അന്നത്തെ UDF സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നെന്ന് KK രമ MLA. എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാനും അന്നേ പറഞ്ഞതാണ്. അത് എന്താണ് എന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റു വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. ആ സംശയം ഉണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്നും സമരം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് CPIM ആണെന്നുമാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. സ്വാഭാവികമായിട്ടും CPM അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. ജോൺ മുണ്ടക്കയം പറയും പോലെ താൻ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടില്ലെന്ന് വിശദീകരിച്ച് NK പ്രേമചന്ദ്രനും ഇന്ന് രംഗത്തെത്തി. സമരം അവസാനിപ്പിച്ചത് ധാരണാപ്രകാരമല്ലെന്ന് അന്ന് LDF-നൊപ്പമായിരുന്ന NK പ്രേമചന്ദ്രൻ. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഒട്ടും ന്യായമില്ലാത്ത സമരം നടത്തിയതിന് CPIM മാപ്പ് പറയണമെന്ന് ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. സമരം അവസാനിപ്പിക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമസമാധാനം മുൻനിർത്തിയായിരിക്കുമെന്ന് ന്യായീകരണം. അതേക്കുറിച്ച് ഞാനങ്ങനെ കമന്റ് പറയാം, അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അതിന് പ്രിവിയല്ല, ഞാനതിന് സാക്ഷിയുമല്ല. അപ്പോൾ അങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം ജനങ്ങളുടെ സംരക്ഷണമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറിയോ LDF കൺവീനറോ മറ്റു മുതിർന്ന നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല. TP ചന്ദ്രശേഖരൻ കേസിൽ KK രമ തന്നെ സംശയം ഉന്നയിച്ചതോടെ UDF-ഉം പ്രതിരോധത്തിലായി. 24 തിരുവനന്തപുരം. പറഞ്ഞതിലും നേരത്തെ വിദേശയാത്ര മതിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി. അതീവ രഹസ്യമായിട്ടായിരുന്നു മടങ്ങിവരവ്. സോളാറിൽ ഉൾപ്പെടെ പുതിയ വിവാദങ്ങൾക്കിടയിലേക്കാണ് മുഖ്യമന്ത്രി വിമാനമിറങ്ങിയത്. പോയതിലും വന്നതിലുമെല്ലാം സസ്പെൻസ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. തിങ്കളാഴ്ച മടങ്ങിയെത്തുമെന്നാണ് നേരത്തെ മന്ത്രിസഭയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നത്. അവസാന നിമിഷം മാറ്റത്തിൽ ഇന്ന് പുലർച്ചെ 3:15 ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും ഭാര്യയും ചെറുമകനും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. തിരികെ എത്തിയ മുഖ്യമന്ത്രി കത്ത് ചോദ്യങ്ങളേറെ. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാതെ വിദേശയാത്ര നടത്തിയെന്ന വിമർശനം ഒരു വശത്ത്. ഡൽഹിയിലും ബംഗാളിലും ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമോ എന്നത് കാത്തിരിക്കണം. വിദേശയാത്ര രാജ്ഭവനെ പോലും അറിയിച്ചില്ല എന്നതിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒഴിവു വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി LDF-ൽ ഉയർന്നിട്ടുള്ള അവകാശവാദങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും.
സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ഇന്നലെ പുറത്തു വന്ന സോളാർ ഒത്തുതീർപ്പ് വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാണ്. എത്ര ശ്രമിച്ചാലും ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ചോദ്യമായി അതങ്ങനെ നിൽക്കും. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചത് ആശ്വാസമാണ്. ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നുണ്ട്. സ്വകാര്യ സന്ദർശനം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവം യാത്രയ്ക്കുണ്ടായിരുന്നോ എന്നതും ഇനി അറിയണം. എല്ലാം വിശദീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിന് കാത്തിരിക്കാം. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ്. രാഷ്ട്രീയ സംവാദത്തിന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വീണ്ടും വെല്ലുവിളിച്ചു. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ ഡൽഹി ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ബീഹാർ, ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, ലഡാക്ക്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലായി 49 മണ്ഡലങ്ങളിലാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 695 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രം. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചു. ഹരിയാനയിലെ റാലികളിൽ കർഷകർക്കും സൈനികർക്കും വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ ഡൽഹിയിലെ റാലിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡറുകൾ നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നതായി ആരോപിച്ചു. मैनिफेस्टो में लिखा है अब सरकारी टेंडरों को धर्म के आधार पर देना चाहते हैं. ഡൽഹി രാംലീല മൈതാനിയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ സംവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചു. पब्लिक अनाउंसमेंट किया और नरेंद्र मोदी जी को चिट्ठी लिखी और कहा कि नरेंद्र मोदी जी, लोकतंत्र में डिबेट होना चाहिए, डिबेट जरूरी है, आपको राहुल गांधी के साथ डिबेट करना चाहिए. मैं तैयार हूं कहीं भी किसी टाइम भी नरेंद्र मोदी डिबेट करें मेरे साथ. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതിയിൽ ഡൽഹി ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ഡൽഹി സ്വദേശിയായ കുർബാൻ അലി നൽകിയ പരാതിയിലാണ് നടപടി. 24 ഡൽഹി. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാർ അറസ്റ്റിൽ. കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ഡൽഹി പോലീസ് ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്ത്. സ്വാതി മലിവാളിന്റെ ശരീരത്തിൽ പരിക്കുകളുണ്ട് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ആരെയും അറസ്റ്റ് ചെയ്യാം എന്ന സ്ഥിതിയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് കേജ്രിവാളിന്റെ വസതിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഡൽഹി പോലീസ് ബിഭവ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. മുൻകൂട്ടി അറിയിക്കാതെയാണ് പോലീസ് നടപടിയെന്ന് ബിഭവിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. സ്വാതി മലിവാളിന്റെ പരാതിയിലെ അന്വേഷണത്തിൽ സഹകരിക്കാൻ തയ്യാറാണെന്നും തന്റെ പരാതി കൂടി പരിഗണിക്കണം എന്നും ആവശ്യപ്പെട്ടുള്ള ബിഭവിന്റെ ഇമെയിൽ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. വൈകിട്ട് 4:15ഓടെയാണ് ബിഭവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിലടയ്ക്കാൻ ശ്രമമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. നാളെ BJP ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കും. कल मैं 12 बजे अपने सभी बड़े नेताओं के साथ, MLAs, MPs सबके साथ 12 बजे BJP हेडक्वार्टर आ रहा हूं. जिसको आप जेल में डालना चाहते हो आप जेल में डाल लो, एक साथ जेल में डाल दो. आपको लगता है कि आप आम आदमी पार्टी के नेताओं को जेल में डाल के आम आदमी पार्टी को क्रश कर दोगे? സ്വാതി മലിവാളിന്റെ വലത് കണ്ണിന് താഴെയും ഇടത് കാലിനും ചതവ് ഏറ്റിട്ടുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സ്വാതിയുടെ പരാതിയിൽ ആരോപിക്കുമ്പോഴുള്ള പരിക്കുകൾ മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. വിവാദത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ആം ആദ്മി. സ്വാതിയെ ഡൽഹി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥർ വസതിയിൽ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി പങ്കുവച്ചു. പരാതിയിലെ ആരോപണങ്ങൾ കളവാണെന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു. 24 ഡൽഹി. രക്തസാക്ഷി പട്ടികയിൽ ബോംബ് നിർമ്മാതാക്കൾ. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച് CPIM. പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ ഷൈജു, സുബീഷ് എന്നിവർക്കായാണ് രക്തസാക്ഷി സ്മാരകം. ഈ മാസം 22-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. 2015 ജൂൺ 6-നാണ് പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രോട്ട്
ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. CPIM പ്രവർത്തകരായിരുന്ന ഷൈജു, സുബീഷ് എന്നിവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞെങ്കിലും CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം കൈവിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. സംസ്കരിച്ചത് പാർട്ടി വക ഭൂമിയിൽ. 2016 മുതൽ ഷൈജു, സുബീഷ് രക്തസാക്ഷി ദിനാചരണത്തിനും തുടക്കമിട്ടു. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷിത്വമെന്ന് ഔദ്യോഗിക വിശദീകരണം. ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭീകരപ്രവർത്തനത്തെ CPIM താലോലിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ കുറ്റപ്പെടുത്തി. 24 കണ്ണൂർ. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ P. ഗോപാലിന്റെ മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു. പോലീസ് 2 തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടും ഇരുവരും ഹാജരായില്ല. ഇതിന് പിന്നാലെയാണ് ജാമ്യം തേടിയത്. വിദേശത്തേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ 2-3 പ്രതികളാണ് മാതാവും സഹോദരിയും. 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് വിശദീകരണം. വീണ്ടും നോട്ടീസ് നൽകാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇരുവരും കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അതേസമയം രാഹുൽ P. ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. ബ്ലൂ കോർണർ നോട്ടീസിന്റെ ഭാഗമായി പ്രതിയുടെ ജർമ്മനിയിലെ വിവരങ്ങൾ ഇന്റർപോൾ ശേഖരിച്ച് CBIക്ക് കൈമാറും. തുടർന്ന് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും. വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പരാതിക്കാരിയെ സന്ദർശിച്ചു. പ്രതിയുടെ ആരോപണങ്ങൾ ശരിയല്ലെന്നും യുവതിയെ മാനസികമായി തകർക്കാൻ അനുവദിക്കില്ലെന്നും സതീദേവി. ആ കേസ് ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയൊരു കുട്ടിക്കും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാതെ വിധത്തിൽ ഇത് സമൂഹം തന്നെ ഏറ്റവും ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയമായിട്ട് ഏറ്റെടുക്കാനും നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആകെ തകർന്നു പോവുകയല്ല വേണ്ടത്. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച മാങ്കാവ് സ്വദേശി P. രാജേഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു. 24 കോഴിക്കോട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ മലബാറിലെ +1 സീറ്റിനെ ചൊല്ലി പ്രതിഷേധം. MSF സംസ്ഥാന സെക്രട്ടറി നൌഫലാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്നും സമരക്കാർക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ല എന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. സീറ്റ് വർധന ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി യോഗം വിളിച്ചത്. തൊഴിലാളി, യുവജന, വിദ്യാർത്ഥി, മഹിളാ പ്രസ്ഥാന പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗം തുടങ്ങിയ ഉടനെ മലബാറിലെ +1 സീറ്റ് വിഷയത്തിൽ പ്രതിഷേധവുമായി MSF സംസ്ഥാന സെക്രട്ടറി നൌഫൽ എഴുന്നേറ്റു. യോഗം തുടങ്ങിയതും കയ്യിൽ കരുതി ടീഷർട്ട് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത്. 45,530 സീറ്റ് മലബാറിന്റെ അവകാശമാണ്. മലബാർ കേരളത്തിലാണ് എന്ന് ടീഷർട്ടിൽ എഴുതിയിരുന്നു. തുടർന്ന് നൌഫലിനെ യോഗത്തിൽ നിന്നും പുറത്താക്കി. യോഗ ഹാളിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നൌഫലിനെ കന്റോൺമെന്റ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി. എല്ലാ വർഷവും ഉണ്ടാകുന്ന സമരം വീണ്ടും ഉണ്ടാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും ഇതിനു മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനത്തിനുള്ള അവസരമൊരുക്കും. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല. SSLC പാസ്സായ +1 ചേരുന്നതിന് വേണ്ടി ആഗ്രഹമുള്ള താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവർക്ക് പ്രവേശനത്തിനുള്ള അവസരം ഒരുക്കും ഗവൺമെൻറ്. +1 സീറ്റ് ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെൻറ് പറഞ്ഞാൽ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഒരു പ്രതിഷേധം വെച്ചാൽ അത് മനസ്സിലാക്കാം. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും സീറ്റ് കൂട്ടുന്നത് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും സീറ്റ് കൂട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? അധ്യാപകൻ പഠിപ്പിക്കാൻ കഴിയുമോ? കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടുമോ? പഠിക്കാൻ കഴിയുമോ? അപ്പോൾ ഫലത്തിൽ ഈ കുട്ടികളുടെ പഠനം മുടക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. പ്രവേശനം തുടങ്ങിയ ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ സീറ്റുകൾ മലബാർ മേഖലയിൽ അനുവദിക്കാമെന്നാണ് സർക്കാർ നിലപാട്. 24 തിരുവനന്തപുരം. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയാണ് പ്രധാനമെന്ന് മറുപടി. തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം മുസ്ലിം ലീഗിനെ വേദനിപ്പിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചാണ് ലീഗ് യോഗം കോഴിക്കോട് ചേർന്നത്.
സുപ്രഭാതം പരിപാടി ബഹിഷ്കരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: ഇപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി ചേരുകയാണല്ലോ. ഇപ്പം അതിനാ പ്രധാനം ഇത് അതിനും നല്ല മീറ്റിംഗ് അല്ലേ. സുപ്രഭാതം ഉദ്ഘാടന തീയതി മുടിനാരിഴ കീറി പരിശോധിക്കേണ്ട എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. സുപ്രഭാതം പത്രം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങളൊക്കെ കണ്ടതാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരെ അറിയിച്ചിട്ടും ബഹിഷ്കരണം ആഹ്വാനമൊന്നും ലീഗ് അടുത്തുണ്ടെങ്കിൽ പറയുമല്ലോ. അങ്ങനെയല്ല ഉള്ളത്. സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്. ആ വിഷയങ്ങൾ സമസ്തയായിട്ടുള്ള പ്രശ്നമല്ല. സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ വിഷയങ്ങൾ ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം. അത് ചെല്ലാൻ കഴിയില്ല. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ മുടിനാരി നോക്കണ്ട. സുപ്രഭാതം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനിരുന്ന കോൺഗ്രസ് നേതാക്കളെ ലീഗ് തടഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ പ്രതികരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല. പ്രശ്നങ്ങളില്ലെന്ന് പറയുമ്പോഴും സമസ്തയുമായി ഒത്തുതീർപ്പിനില്ല എന്ന സൂചനയാണ് ലീഗ് നേതാക്കൾ നൽകുന്നത്. 24 കോഴിക്കോട്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ച വിനോദസഞ്ചാരികൾക്കെതിരെ കേസ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7 അംഗ സംഘത്തിന് നേരെയാണ് കേസെടുത്തത്. ആനയെ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഇവന് കൊടുക്കാം, അല്ല ഇവനുള്ള പണി കൊടുക്കാം. ആന കാണിക്കും. ഇവന് കൊടുക്കാം. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതിപ്പോൾ ഈ കാട്ടാനയെ പ്രകോപിപ്പിച്ച നടപടി അത് കേസായി മാറുന്നു. തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? ഈ സംഭവം എങ്ങനെയായിരുന്നു ഒന്ന് വിശദീകരിക്കാം സൂരജ്. ഇന്നലെ വൈകുന്നേരമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതിരപ്പള്ളി ആനക്കയത്ത് വച്ചാണ് ഇത്തരത്തിൽ ഈ ആനയെ പ്രകോപിപ്പിക്കുന്നതിലേക്ക് പോയത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7 അംഗ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ ഈ പന്തയത്തിന്റെ പേരിൽ ആനയെ പ്രകോപിപ്പിക്കുന്നത്. ഈ മധുരപലഹാരങ്ങളും പഴവും ആനയ്ക്ക് നൽകി ആനക്കരികിലെത്തി പ്രകോപിപ്പിക്കുകയായിരുന്നു. ഈ സമയം തന്നെ ആന വലിയ രീതിയിൽ പരിഭ്രാന്തിപ്പെട്ട് ഇവരെ ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതുവഴി വന്ന മറ്റൊരു സംഘമാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് വനംവകുപ്പിന് ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തത്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം അതിരപ്പള്ളിയിൽ എത്തുന്ന സമയം, ആനക്കയത്ത് നിന്ന് അതിരപ്പള്ളിയിൽ എത്തുന്ന സമയത്ത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കുകയും അതിൽ 1-ാം പ്രതിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശി സൗക്കത്തിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഈ മലയാറ്റൂർ ഡിവിഷനുകളിൽ നിന്നടക്കം ഏഴാറ്റുമുഖത്തേക്കും അതുപോലെ ഈ അതിരപ്പള്ളി വനമേഖലയിലേക്ക്, പ്രത്യേകിച്ച് വാഴച്ചാൽ വനമേഖലയിലേക്ക് ആനകൾ എത്തുന്ന ആനത്താരയാണ്. അവിടെ നിന്ന് പറമ്പിക്കുളത്തേക്കും ആനകൾ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ആനകളുടെ പ്രധാന സഞ്ചാരപാതയിലാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് അറിയിക്കുന്നത്. ടി കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടായെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സമരക്കാരെ കുത്തിയിളക്കിവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്നെ കണ്ണുകൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ സമരങ്ങൾക്ക് പിന്നിൽ മോട്ടോർ വാഹന വകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെന്ന വിമർശനമാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തവരെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ചെയ്യും. ലിസ്റ്റുണ്ട്, എണ്ണി വെച്ചിട്ടുണ്ട്. അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും. ഒരു സംശയം അതിനകത്ത് വേണ്ട. കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമ്മതിച്ചു, ശരിയാണ്, നല്ല ലൈസൻസ് കൊടുക്കണം, മന്ത്രി പറഞ്ഞാൽ ശരി. കൊല്ലത്തടക്കം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇളക്കി വിട്ടു. 10 ലക്ഷത്തിലധികം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്നത് ശരിയല്ല. 2,26,000 ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത്. റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരിക്കോടി നൽകാൻ കഴിയില്ലെന്നും കെ ബി ഗണേഷ് കുമാർ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, അഴിമതി നടത്താനല്ല. നല്ല ലൈസൻസ്, നമ്മുടെ മക്കളാണ്, ജീവിതമാണ് ഈ റോഡിൽ പുലിയുന്നത്. ഇതെന്തോ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ? സർക്കാർ പ്രഖ്യാപിച്ച എല്ലാവർക്കും റേഷൻ കാർഡ്, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ്, 24 മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ കേൾക്കാൻ രസമുണ്ട്. അല്ലാതെ 3.5 കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്ത്, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്ത്രീയാണെന്നല്ല. ഒറ്റ ദിവസം 126 ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ മോട്ടോർ വാഹന വകുപ്പിലുണ്ട്. ഇത് വകുപ്പിന് തന്നെ നാണക്കേടാണ്. ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതെളിയിക്കാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഡ്രൈവിങ്ങിനെ ഏർപ്പെടുത്തുന്ന ഫീസ് എല്ലാം കൂടാതെ
കൈ തെളിയാൻ ഒരു ഫീസുണ്ട്. ഒരു മണിക്കൂറിന് 600 രൂപ 700 രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ. സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചെലവഴിച്ച് കൈ തെളിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കയ്യാലപ്പുറത്തിരിക്കും. സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു ദണ്ണമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറെണ്ണം. അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നതിൽ ഒരു സംശയമില്ല. എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകളുണ്ടാവും. വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുതെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. 24 കൊല്ലം. പിരിവിന് നിരോധനമുള്ള പമ്പയിൽ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ആവശ്യപ്പെട്ട് BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന് ക്ലോക്ക് റൂം നടത്തിപ്പുകാരന്റെ പരാതി. പെരുന്നാട് പഞ്ചായത്ത് അംഗം അരുൺ അനിരുദ്ധൻ, BJP റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പരാതി. ആരോപണം നേതാക്കൾ നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് അച്ചടിച്ച രസീത് ബുക്കുമായി BJPക്കാർ ഇപ്പോഴും പിരിവ് നടത്തുകയാണെന്ന് DYFI ആരോപിച്ചു. ക്ലോക്ക് റൂം കരാറുകാരൻ അമിതമായി പണം ഈടാക്കുന്നുവെന്നാരോപിച്ച് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ടോടെ ബഹളം വച്ചിരുന്നു. ഇവരെ BJP നേതാക്കളായ അരുൺ അനിരുദ്ധനും സന്തോഷ് കുമാറും പറഞ്ഞുവിട്ടതാണെന്നാണ് കരാറുകാരൻ സുനിൽകുമാറിന്റെ ആരോപണം. BJP പ്രവർത്തകരായ റാന്നി സ്വദേശി സന്തോഷും പെരുന്നാട് സ്വദേശി അരുൺ അനിരുദ്ധനും ഇന്നലെ ഉച്ചയോടുകൂടി പമ്പയിലെ ക്ലോക്ക് റൂമിലെത്തി ഈ തുക ഞങ്ങൾക്ക് നൽകിയേ പറ്റൂ, ഈ തുക നൽകിയില്ലെങ്കിൽ 10,000 രൂപയെങ്കിലും നൽകണം, അല്ലാത്ത പക്ഷം ക്ലോക്ക് റൂമിൻ്റെ പ്രവർത്തനം മുന്നോട്ട് ഞങ്ങൾ നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ക്ലോക്ക് റൂമിൽ ബാഗ് എടുക്കാൻ വന്ന അയ്യപ്പ ഭക്തരെ തടസ്സപ്പെടുത്തുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. പമ്പയിലെത്തിയ BJP നേതാക്കൾ പിരിവിന് ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും സുനിൽകുമാർ പുറത്തുവിട്ടു. എന്നാൽ ആരോപണം BJP നേതാക്കൾ നിഷേധിച്ചു. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ഇതായിട്ടാണ്. നമ്മളൊരു കാര്യം പറയാം, ശബരിമലയുമായിട്ടോ പമ്പയുമായിട്ടോ വിട്ടോ പമ്പയിലോ സ്വാമിമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളത് അവർക്ക് വേണ്ടിയുള്ള നടപടികളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. പിരിവിന് നിരോധനമുള്ള പമ്പയിൽ സംഭാവന ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ക്ലോക്ക് റൂം കരാറുകാരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് അടിച്ച രസീത് ബുക്കുമായി BJP നേതാക്കൾ ഇപ്പോഴും പിരിവ് നടത്തുകയാണെന്ന് DYFIയും ആരോപിച്ചു. 24 പത്തനംതിട്ട. ഭിന്നശേഷിക്കാരന് പ്രവേശനം നൽകുന്നതിൽ നിഷേധാത്മക മനോഭാവത്തോടെ പെരുമാറിയ പ്രധാനാധ്യാപകന് സസ്പെൻഷൻ. തൃശൂർ കുന്നംകുളം MJD സ്കൂളിലെ പ്രധാനാധ്യാപകൻ ബിജു PGയെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ്? അതായത് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ അമ്മ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സ്കൂളിൽ എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ഈ അധ്യാപകൻ വിദ്യാർത്ഥിയെയും ഒപ്പം തന്നെ മാതാവിനെയും മോശമായ രീതിയിൽ സംസാരിച്ചു. ഈ ഒരു വിഷയം ഈ മാതാവ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് കുന്നംകുളം MJD സ്കൂളിലെ പ്രധാനാധ്യാപകൻ ബിജുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും റിപ്പോർട്ട് തേടിയിരുന്നു. ഇത്തരം അധ്യാപകരുടെ പെരുമാറ്റം ഒട്ടും യോജിച്ചതല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. ഇത്തരം നടപടികൾ അംഗീകരിക്കുകയും ചെയ്യില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മലപ്പുറം കോട്ടക്കലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. കോട്ടക്കൽ സ്വദേശി സഹദിനാണ് മർദ്ദനമേറ്റത്. കേസിൽ 12ഓളം പേർ ഉൾപ്പെട്ടതായി പോലീസ് പറഞ്ഞു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇന്നലെ രാത്രി കോട്ടക്കലിലെ വീട്ടിൽ നിന്ന് സഹദിനെ ഒരു സംഘം കൂട്ടിക്കൊണ്ടുപോയത്. പിന്നാലെ ബലമായി കാറിൽ കയറ്റി കോടശ്ശേരിപ്പാറ ഭാഗത്തേക്ക് കൊണ്ടുപോയി. കാറിലുണ്ടായിരുന്ന ആളുകൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് സഹദിനെ മർദ്ദിച്ചു. സ്വർണ്ണക്കടത്ത് വിവരം കസ്റ്റംസിന് ചോർത്തിക്കൊടുത്തുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പിന്നീട് ഫോണിൽ വീട്ടുകാരെ ബന്ധപ്പെട്ട് അക്രമികൾ 1 കോടി രൂപ തന്നാൽ സഹദിനെ വിട്ടയക്കാമെന്ന് അറിയിച്ചു. വിവരമറിഞ്ഞ കോട്ടക്കൽ പോലീസ് തെരച്ചിൽ തുടങ്ങിയതോടെ സഹദിനെ ചങ്കുവെട്ടിയിൽ ഉപേക്ഷിച്ച ശേഷം സംഘം രക്ഷപ്പെട്ടു. സഹദിനെ വീട്ടിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മുടെ കോട്ടൂർ പള്ളിയെടുത്ത് താമസിക്കുന്ന നൗഫലും അവൻ്റെ ചേട്ടനൊരു ബാബു മുഹമ്മദ് ഇഷ എന്ന് പറയും, അവർ രണ്ടുപേരും പിന്നെ കണ്ടാലറിയുന്ന 12ഓളം പേര് ചേർന്നിട്ട് അവരെ വണ്ടിക്കകത്ത് പിടിച്ച് ബലമായിട്ട് കയറ്റിക്കൊണ്ട് പോവുകയും കൊടശ്ശേരിപ്പാറയുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അറിഞ്ഞൂടാത്ത കൊണ്ടുപോയി അവനെ കാര്യമായി ഉപദ്രവിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവൻ്റെ തലയ്ക്കും പുറത്തും ഒക്കെ പരിക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള എന്തോ സാമ്പത്തികത്തോടെ ബന്ധപ്പെട്ട്
കിട്ടാനുള്ള കാശ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ഷേപം പറഞ്ഞിരിക്കുന്നതിനകത്ത്. അത് കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പ്രതികൾ എല്ലാവരും അബ്സ്കോണ്ടിങ് ആണ്. തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ സഹദ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോട്ടക്കൽ കോട്ടൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന നൌഫൽ, സഹോദരൻ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. നൌഫലിനെയും ബാബുവിനെയും അന്വേഷിച്ച് വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച സഹോദരൻ നവീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. 24 മലപ്പുറം. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലിലും ഹൈക്കോടതി വിധി പറയും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 വിധി പ്രസ്താവം. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിലാണ് തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ വിധി. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിലും ഹൈക്കോടതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 വിധി പറയും. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2017 ഡിസംബറിലാണ് ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. നിയമപ്രകാരം ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കേണ്ടതുണ്ട്. അതിനായുള്ള സർക്കാരിന്റെ അപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ വിധി വരാനിരിക്കുന്നത്. പ്രതിയുടെ അപ്പീലിലും സർക്കാരിന്റെ അപേക്ഷയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നുവെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. 2016 ഏപ്രിൽ 28 നിയമവിദ്യാർത്ഥിനിയായ ജിഷയെ പെരുമ്പാവൂരിലെ വീട്ടിൽ വെച്ച് അമീറുൽ ഇസ്ലാം അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഗുണ്ടകൾക്ക് തടയിടാനുള്ള ഓപ്പറേഷനാകിൽ 3 ദിവസം കൊണ്ട് പിടിയിലായത് 5985 പേർ. ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ലഹരി ഇടപാട് നടത്തിയ 736 പേരെയും അറസ്റ്റ് ചെയ്തു. ഗുണ്ടാവിളയാട്ടം വർദ്ധിക്കുന്നതിൽ പോലീസ് കമ്മീഷണർമാരെ സംസ്ഥാന പോലീസ് മേധാവി രൂക്ഷമായി വിമർശിച്ചിരുന്നു. തിരുവനന്തപുരം കരമന അഖിൽ കൊലപാതകത്തിന് പിന്നാലെയാണ് ഗുണ്ടകളെ പൂട്ടാനുള്ള ഓപ്പറേഷൻ ആഗും ലഹരി മരുന്നുപയോഗവും വിൽപ്പനയും തടയാനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടും പോലീസ് ഊർജിതമാക്കിയത്. ഈ മാസം 15 മുതൽ 17 വരെയുള്ള കണക്കുകൾ പ്രകാരം ക്രിമിനൽ കേസുകളിൽപ്പെട്ട 5985 പേരെയാണ് പോലീസ് പിടികൂടി ജയിലിലടച്ചത്. ഓപ്പറേഷൻ ഡി ഹണ്ടിൽ 736 പേരെയും പിടികൂടി. മുഴുവൻ ഗുണ്ടകളെയും ലഹരി മാഫിയ സംഘങ്ങളെയും പിടികൂടാനുള്ള വ്യാപക അന്വേഷണം പോലീസ് നടത്തിവരുന്നുണ്ട്. അതിനിടെ ഗുണ്ടകളെയും ലഹരി സംഘങ്ങളെയും പിടികൂടുന്നതിൽ വീഴ്ചയുണ്ടായതിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർമാരെയും കോഴിക്കോട് റൂറൽ SP-യെയും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞ ദിവസം വിമർശിച്ചു. തലസ്ഥാനത്ത് ഗുണ്ടകളുടെ നേതൃത്വത്തിലുള്ള മണ്ണ് മാഫിയ സംഘങ്ങൾ സജീവമായിട്ടും കാര്യമായ നടപടിയുണ്ടായില്ല. ഏറ്റവും കൂടുതൽ ഗുണ്ടകളും ലഹരി സംഘങ്ങളുമുള്ള കൊച്ചിയിലും പോലീസ് ഉഴപ്പുന്നു. ഇത്തരം സംഘങ്ങളെ ഉടൻ വലയിലാക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശം. 24, തിരുവനന്തപുരം. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 200 കടന്നു. 217 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപനം ആശങ്കയാവുകയാണ്. വേങ്ങൂരിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന ആരോഗ്യവകുപ്പ് ആവർത്തിക്കുമ്പോഴും രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 217 പേർക്ക്. 51 പേർ ചികിത്സയിലുണ്ട്. 2 പേരുടെ നില ഗുരുതരം. ഇവരുടെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ പഞ്ചായത്ത് ധനസമാഹരണം ആരംഭിച്ചു. ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും നല്ല സുമനസ്സുകൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് പരമാവധി കിട്ടുന്ന പൈസ നാളെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളിലേക്ക്, ICUവിൽ കിടക്കുന്ന കുടുംബത്തിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിൽ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളുമായി 20-ലധികം പേർ ചികിത്സയിലുണ്ട്. പ്രദേശത്തുനിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം പരിശോധന നടത്തും. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം മഴക്കാലപൂർവ്വ ശുചീകരണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24, കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടർക്കെതിരെ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. നാവിലെ ശസ്ത്രക്രിയ ബന്ധുക്കളെ അറിയിക്കാതിരുന്നത് ഡോക്ടറുടെ വീഴ്ച എന്നാണ് കണ്ടെത്തൽ. അതേസമയം കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നുവെന്ന ഡോക്ടറുടെ വാദം മാതാവ് തള്ളി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ബിജോൺ ജോൺസണെതിരെയാണ് സൂപ്രണ്ടിന്റെ പ്രാഥമിക റിപ്പോർട്ട്.
നാവിൽ ശസ്ത്രക്രിയ നടത്തുന്നുണ്ടെങ്കിൽ വാക്കാലെങ്കിലും കുട്ടിയുടെ ബന്ധുക്കളെ വിവരം അറിയിക്കണമായിരുന്നു. അതുണ്ടായില്ല എന്നത് ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കുട്ടിയുടെ നാവിൽ ചില പ്രശ്നങ്ങൾ കണ്ടെന്ന ഡോക്ടറുടെ വാദം മാതാവ് തള്ളി. നാവിന് ഒരു പ്രശ്നവുമില്ല, ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും മാതാവ്. ഇനിയൊരു കുട്ടിക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, ഇനി പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ താല്പര്യം. ഇല്ലില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നല്ല സംസാരിക്കുന്ന കുട്ടി തന്നെയാണ്, അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സമ്മതം വാങ്ങണ്ട, അതുപോലെ ചെയ്തിട്ടില്ല. അതുപോലെ ശ്രദ്ധിക്കാതെ ചെയ്തതാണ്, ഷീറ്റിലേക്കോ നോക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെ പറ്റിയതോ. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുട്ടിയുടെ മെഡിക്കൽ രേഖകൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിനു ശേഷമാകും ഡോക്ടറെ ചോദ്യം ചെയ്യുക. 24 കോഴിക്കോട്. കാടറുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കേസിലെ മുഖ്യപ്രതി കെ രതീശനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഹായിച്ച വയനാട്, കണ്ണൂർ സ്വദേശികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്നത്. CPIM-ന് വേണ്ടി പോലീസ് കേസ് അട്ടിമറിക്കുന്നുവെന്നും അന്വേഷണം ED ഏൽപ്പിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കേസിലെ പ്രധാന പ്രതികളായ CPIM ലോക്കൽ കമ്മിറ്റി അംഗവും ബാങ്ക് സെക്രട്ടറിയുമായ കെ രതീശൻ, ഇയാളുടെ സുഹൃത്ത് കണ്ണൂർ താണ സ്വദേശി ജബ്ബാർ എന്നിവരെ കൂടാതെ ഇവരെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഹായിച്ച പയ്യന്നൂർ, വയനാട് സ്വദേശികളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രതീശനും ജബ്ബാറിനുമായി അന്വേഷണ സംഘം കർണാടക, ഗോവ സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതിനിടെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് EDക്ക് വിടണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് സഹകരണ മേഖല ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തട്ടിപ്പിന്റെ ആശാനായാൽ ഈ നാടിൻ ഗതിയെന്ത്? കാസർഗോഡ് ജില്ലയിൽ എവിടൊക്കെ അഴിമതി നടക്കുന്നുണ്ടോ ബാങ്കുകളിൽ, അതൊക്കെ സഹകരണ വകുപ്പിലെ സെക്ഷൻ 65 അനുസരിച്ച് നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കണം, FIR എടുക്കണം, എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, എല്ലാവരെയും അകത്തിടണം. ബാങ്കിൽ 3 വർഷമായി തട്ടിപ്പ് നടന്നത് CPIM നേതൃത്വത്തിന്റെ അറിവോടെ എന്നാരോപിച്ച് BJP കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധം BJP സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. 24 കാസർഗോഡ്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.